അഭിമന്യു വധക്കേസിൽ പ്രാരംഭ വിചാരണ നടപടികൾ ഈ മാസം 27-ന് ആരംഭിക്കും. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുനഃസൃഷ്ടിച്ച രേഖകൾ അടിസ്ഥാനമാക്കിയാണ് വിചാരണ നടക്കുക. രേഖകൾ കാണാതായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് പുനഃസൃഷ്ടിച്ച രേഖകൾ പ്രോസിക്യൂഷൻ കൈമാറുകയും കോടതി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. അഭിമന്യു വധക്കേസിലെ സുപ്രധാനമായ 11 രേഖകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് വിചാരണ നടപടികളെ ബാധിച്ചിരുന്നു. കുറ്റപത്രം, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, കാഷ്വാലിറ്റി രജിസ്റ്റർ, CRPC മൊഴികൾ എന്നിവയടക്കമുള്ള സുപ്രധാന രേഖകളായിരുന്നു നഷ്ടമായത്. കേസ് രേഖകൾ നഷ്ടപ്പെട്ടത് 2019 ജനുവരിയിലാണെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ തന്നെ ഹൈക്കോടതിയെ വിവരമറിയിക്കുകയുമായിരുന്നു. അഭിമന്യു കേസിൽ കാണാതായ രേഖകളുടെ പകർപ്പ് പരിശോധിക്കാൻ പ്രതിഭാഗത്തിനും അനുമതി നൽകിയിരുന്നു. ശിരസ്താർ, അഭിഭാഷകർ, അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രതിഭാഗവും പരിശോധിക്കുകയും കോടതി അംഗീകരിക്കുകയും ചെയ്ത രേഖകൾ മുൻനിർത്തിയാണ് പ്രാരംഭ വിചാരണ നടപടികൾ ആരംഭിക്കുക. മാർച്ച് 18-നായിരുന്നു വിചാരണ തുടങ്ങാനിരുന്നത്. PFI നിരോധനത്തിന് മുമ്പായി PFI ഭീകരവാദികൾ ഉൾപ്പെട്ട കേസ് രേഖകൾ പരിശോധിക്കാനായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴായിരുന്നു കേസ് രേഖകൾ നഷ്ടപ്പെട്ടതറിയുന്നത്. 2018 ജൂലൈ 2-നാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ കുത്തിക്കൊലപ്പെടുത്തിയത്. 2018 സെപ്റ്റംബറിൽ കുറ്റപത്രവും സമർപ്പിച്ചിരുന്നെങ്കിലും വിചാരണ അനന്തമായി നീളുകയായിരുന്നു. ഒടുവിൽ ഈ വർഷം മാർച്ചിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ നഷ്ടമായതിനെ തുടർന്ന് വിചാരണ നടപടികൾ വീണ്ടും വൈകിയത്. അഭിമന്യു കേസിനൊപ്പം UAPA കേസ് രേഖകളും കോടതിയിൽ നിന്ന് കാണാതായിരുന്നു. പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി ഉയർത്തിയതിനുള്ള കേസിലെ രേഖകളായിരുന്നു നഷ്ടമായിരുന്നത്. ജനം, കൊച്ചി.